Hi everyone, welcome back to my classroom. Today's topic is overheads. This is a new chapter. What is the meaning and definition of overhead? Overhead is a total of indirect material cost, indirect labor cost, and indirect expenses. It is a sum total of all the indirect cost. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് പഠിച്ചിട്ടുണ്ട്. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ എലമെൻറ്റ്സിനെ ഡിവൈഡ് ചെയ്യുന്നത് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ് ഇങ്ങനെയാണ്. അതിനകത്ത് മെറ്റീരിയലിനും ലേബറിനും എക്സ്പെൻസിനും വീണ്ടും നമ്മൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് നോൺ ആസ് പ്രൈം കോസ്റ്റ്. Then indirect material, indirect labor and indirect expense is known as overhead. That is, it is the sum total of all the indirect cost. It is also known as supplementary cost or non-productive cost and burden. മൂന്ന് പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. Definition. According to Blocker, Weltimer, overhead costs are operating cost of a business enterprises which cannot be traced to directly to a particular unit of output. ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിലേക്ക് ഡയറക്റ്റായിട്ട് ട്രേസ് ചെയ്യാൻ സാധിക്കാത്ത ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിനെയാണ് നമ്മൾ ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻക്ലൂഡഡ് ഇൻ ഓവർഹെഡ് അക്കൗണ്ടിങ്? There are 5 steps. First one, classification of overhead, codification and collection of overhead, allocation and apportionment of overhead, reapportionment of overhead, and absorption of overhead. Here the first step is classification of overhead. What is the classification of overhead? It is the process of grouping various items of overheads into distinct classes or groups according to their common characteristics. ഇത് ഓവർഹെഡാണ്. ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഓവർഹെഡിൻ്റെ അതായത് ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് വാരിയസ് ഐറ്റംസ് ഓഫ് ഓവർഹെഡ്. ഓവർഹെഡിൽ വരുന്ന ഡിഫറെൻറ്റ് ഐറ്റംസിനെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാണ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിൽ ഡിസ്റ്റിങ്ക്റ്റ് ക്ലാസ്സസിലേക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിനെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് വിളിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഡിഫറെൻറ്റ് ബേസിസിലാവാം. അത് ഫങ്ഷൻ ബേസിലാവാം, എലമെൻറ്റ് ബേസിലാവാം, അതല്ലെങ്കിൽ ബിഹേവിയറിൻ്റെ ബേസിലാവാം, അതല്ലെങ്കിൽ കൺട്രോളബിലിറ്റിയുടെ ബേസിലൊക്കെ ആവാം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. Then codification of overhead. It is a process of allotting number or symbol to each subgroup of overhead for easy identification. ഈസി ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി ഓരോ സബ് ഗ്രൂപ്പ് ഓഫ് ഓവർഹെഡിനും ഒരു സിമ്പിൾ അസൈൻ ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു നമ്പർ അലോട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പർട്ടിക്കുലർ കോഡിലായിരിക്കും ആ ഗ്രൂപ്പ് ഓഫ് ഓവർഹെഡ് അറിയപ്പെടുന്നത്. ഓക്കെ. Overheads are collected from different sources and put them under a suitable account heading. This is known as collection of overhead. കളക്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഓവർഹെഡ് ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ഓവർഹെഡാണ്. അതിനെ ഒരു കോമൺ അല്ലെങ്കിൽ ഒരു സ്യൂട്ടബിൾ അക്കൗണ്ട് ഹെഡിൻ്റെ അണ്ടറിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കളക്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് വിളിക്കുന്നത്. Then classification of overhead on the basis of function. ഫംഗ്ഷൻ്റെ ബേസിൽ ഓവർഹെഡിനെ ഫാക്ടറി ഓവർഹെഡ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഇങ്ങനെ 4ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫാക്ടറി ഓവർഹെഡ്, ഓഫീസ് ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഓക്കെ. അപ്പോൾ ഫാക്ടറി പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഫാക്ടറി ഓവർഹെഡിൽ വരും. സെല്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സെല്ലിംഗ് ഓവർഹെഡിൽ വരും. ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൽ വരും. അതേപോലെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിൽ വരുന്നത് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെയാണ്. ഇനി ബിഹേവിയറിൻ്റെ ബേസിൽ ഓവർഹെഡിനെ വാരിയബിൾ ഓവർഹെഡ്, ഫിക്സഡ് ഓവർഹെഡ്, സെമി വാരിയബിൾ ഓവർഹെഡ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യാം. എലമെൻറ്റ് വൈസിലാണെങ്കിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കൺട്രോളബിലിറ്റിയുടെ ബേസിൽ ഓവർഹെഡിനെ ഡിവൈഡ് ചെയ്യുന്നത് 2ആയിട്ടാണ്, കൺട്രോളബിൾ ഓവർഹെഡ് ആൻഡ് അൺകൺട്രോളബിൾ ഓവർഹെഡ്. ഓക്കെ. ദെൻ അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്. This is also known as departmentalization of overhead. For a smooth functioning of a factory, a smooth functioning of a factory, the functions of a factory is divided into different subdivisions or different sections.
These different sections or subdivisions are known as departments or cost centers. Mainly there are production and service departments. ഒരു ഫാക്ടറി, ഒരു ഇൻഡസ്ട്രി അതിൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡിഫറെൻറ്റ് ഹോൾ ആക്ടിവിറ്റീനെ അല്ലെങ്കിൽ ഹോൾ ഫങ്ഷനെ ഡിഫറെൻറ്റ് സബ് ഫങ്ഷനായിട്ട് സെക്ഷനായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ആ ഓരോ സെക്ഷനെ നമ്മൾ ഡിപ്പാർട്ട്മെൻ്റ് എന്നോ കോസ്റ്റ് സെൻറ്റേഴ്സ് എന്നൊക്കെ വിളിക്കും. മെയിനായിട്ട് 2 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഉണ്ടാവുക, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് വരാം, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലും ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വരാം. ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ് ഈസ് എ പ്രോസസ് ഓഫ് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് ടു വാരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇങ്ങനെ വാരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, കോസ്റ്റ് സെൻറ്ററിലേക്ക് ഓവർഹെഡിനെ അലോക്കേറ്റ് ചെയ്യുന്ന, അപ്പോർഷൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഡിപ്പാർട്ട്മെൻറ്റലൈസേഷനെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്നും വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സ്റ്റെപ്സ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ്. ദർ ആർ 3 സ്റ്റെപ്സ്: അലോക്കേഷൻ ഓഫ് ഓവർഹെഡ്, അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്, റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. Allocation of overhead means allocating the expenses to various departments. ഡയറക്റ്റ്ലി അലോക്കേറ്റ്സ്. ഡയറക്റ്റായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എത്ര എക്സ്പെൻസ് വന്നു എന്നുള്ളത് നമുക്ക് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് അലോക്കേഷൻ എന്ന് പറയുക. ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റാത്തത് സ്യൂട്ടബിൾ ബേസിസിൽ ഡിവൈഡ് ചെയ്ത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. അതിനെയാണ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറയുക. അപ്പോർഷൻ ചെയ്യുന്നത് ടോട്ടൽ എക്സ്പെൻസിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതേപോലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുമാണ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അപ്പോർഷൻ ചെയ്യുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് വീണ്ടും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റീ അപ്പോർഷൻ ചെയ്യുന്ന പ്രോസസ്സാണ് റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫങ്ഷനിങ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഓർ മാനുഫാക്ചറിങ് പ്രോസസ്സ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എൻഗേജ് ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. പ്രൊഡക്ഷൻ പ്രോസസ്സിലാണ് എൻഗേജ് ചെയ്തിട്ടുള്ളത്, മാനുഫാക്ചറിങ് പ്രോസസ്സിലാണ് എൻഗേജ് ചെയ്തിട്ടുള്ളത്. അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് പറയുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സർവീസസ് ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ക്യാൻറ്റീൻ സർവീസസ് ആയിരിക്കാം. അങ്ങനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഫങ്ഷനിങ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സുകളാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന ഓവർഹെഡിനെ വീണ്ടും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റീ അപ്പോർഷൻ ചെയ്യും. അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് കോസ്റ്റ് ഐറ്റംസ് ആർ ചാർജ്ഡ് ഡയറക്റ്റ്ലി. ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്? ഡയറക്റ്റ്ലി ടു കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റാണ് അലോക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റായിട്ട് കോസ്റ്റ് ഐറ്റത്തിന് ചാർജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അലോക്കേഷൻ എന്ന് പറയുക. ഇപ്പോൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിന് സെപ്പറേറ്റ് മീറ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന ഇലക്ട്രിസിറ്റി ചാർജസ് എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കൃത്യമായിട്ട് വരുന്നതാണ്. അത് നമുക്ക് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും, കാരണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും സെപ്പറേറ്റ് മീറ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് മാത്രം. അതേപോലെ സാലറി ഓഫ് എ സ്റ്റോഴ്സ് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ക്ലർക്കിന് കൊടുക്കുന്ന സാലറിയാണ്. അത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെയാണ് ചാർജ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ കോസ്റ്റ് ഓഫ് കോൾ യൂസ്ഡ് ഇൻ എ ബോയിലർ ക്യാൻ ബി ഡയറക്റ്റ്ലി അലോക്കേറ്റഡ് ടു ബോയിലർ ഹൗസ് ഡിവിഷൻ. അപ്പോൾ കോസ്റ്റ് ഓഫ് കോള് ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അറിയാം ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെയാണ്. ഇപ്പോൾ സെയിൽസ് മാനേജറുടെ സാലറി എന്ന് പറയുമ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെയാണ്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് അതിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഈ പ്രോസസ്സാണ് അലോക്കേഷൻ. അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതിന് എന്ത് ചെയ്യും? ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ചാർജ് ഓവർഹെഡ് ടു പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്, they are to be apportioned to various departments on some suitable basis. അതെന്ത് ചെയ്യും? സ്യൂട്ടബിൾ ബേസിസിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അപ്പോർഷൻ ചെയ്ത് കൊടുക്കും.
ഇലക്ട്രിസിറ്റി ബില്ല് കോമൺ ആയിട്ടാണ് വരുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും സെപ്പറേറ്റ് മീറ്റേഴ്സ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് ലൈറ്റ് പോയിൻറ്റ്സിൻ്റെ ബേസിലോ മെഷീൻ ഹവർ എത്ര വർക്ക് ചെയ്തു അതിൻ്റെയൊക്കെ ബേസിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കും. റെൻ്റ് ഓഫ് എ ബിൽഡിംഗ്, റിപ്പയർ ഓഫ് എ ബിൽഡിംഗ്, ഇതൊക്കെ ഒരു ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഫാക്ടറിയുടെ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റെൻറ്റ് മൊത്തത്തിലായിരിക്കും വരിക. ടോട്ടലായിട്ട് റെൻ്റാണ് വരുന്നത്. അപ്പോൾ ആ റെൻറ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ദാറ്റ് ഈസ് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു കേസിൽ ഫ്ലോർ ഏരിയ എത്രത്തോളം ഏരിയ അവർ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്, എത്ര സ്ക്വയർ ഫീറ്റിലാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കിടക്കുന്നത്, അതിൻ്റെ ബേസിലായിരിക്കും ബിൽഡിങ്ങിൻ്റെ ആ ഒരു റെൻറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ മെഷീനറിയുടെ ഡിപ്രീസിയേഷനോ ഇൻഷുറൻസോ വന്നു കഴിഞ്ഞാൽ മെഷീനറിയുടെ വാല്യൂവിൻ്റെ ബേസിലായിരിക്കും ഡിവൈഡ് ചെയ്യുക. മറ്റ് അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ വന്നാൽ ഏത് അസറ്റാണോ അതിൻ്റെ വാല്യൂവിൻ്റെ ബേസിലായിരിക്കും ഡിവൈഡ് ചെയ്യുക. പവറാണെങ്കിൽ ഹോഴ്സ് പവർ, എംപ്ലോയി ഇൻഷുറൻസോ ക്യാൻറ്റീൻ എക്സ്പെൻസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിലാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ്, വാട്ട് ആർ ദി സ്റ്റേജസ് ഓഫ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ്. അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അതായത് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡിനെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് വിളിക്കാം. ഇതിൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വെൻ ഓവർ ഹെഡ്സ് ആർ അപ്പോർഷൻ ടു ഓൾ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ബോത്ത് പ്രൊഡക്ഷൻ ആൻഡ് സർവീസ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഓവർ ഹെഡിനെ അപ്പോർഷൻ ചെയ്യുന്ന പ്രോസസ്സാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അപ്പോർഷൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമായിട്ട് കിട്ടിയിട്ടുള്ള ഓവർ ഹെഡിനെ വീണ്ടും മറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. അതായത് വീണ്ടും മറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേഷൻ അല്ല, അതായത് ഡയറക്റ്റായിട്ടല്ല ചെയ്യുന്നത്, പ്രപ്പോർഷനേറ്റ്ലി. അതുകൊണ്ട് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർ ഹെഡിനെ വീണ്ടും അതർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്യുന്ന പ്രോസസ്സാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. When the total overheads are allocated and a portion of service departments as per primary distribution are apportioned again to other production departments. അതായത് again എന്ന് പറയുന്നത് apportioned again to production department is called secondary distribution. അപ്പോർഷൻ ചെയ്യുന്നത് എന്തിൻ്റെയൊക്കെ ബേസ്, നേരത്തെ എക്സാമ്പിൾസ് പറഞ്ഞു, റെൻറ്റ്, റേറ്റ്, ഹീറ്റിംഗ്, ലൈറ്റിംഗ്, ഇതൊക്കെ വരുമ്പോൾ ഫ്ലോർ ഏരിയ, ഡിപ്പാർട്ട്മെൻറ്റ് സൈസ്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേപോലെ ഡിപ്രീസിയേഷൻ അതാത് ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂവിൻ്റെ ബേസിലായിരിക്കും. ക്യാൻറ്റീൻ, അതേപോലെ ഫാക്ടറി അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റൊക്കെ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിലായിരിക്കും. അപ്പോൾ പവർ, HP ഓഫ് മെഷീൻസ്, ഇതിനൊക്കെ ഡിഫറെൻറ്റ് ബേസിസിലാണ് അപ്പോർഷൻ ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്ത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കൈരളി ലിമിറ്റഡ് ഹാസ് 5 ഡിപ്പാർട്ട്മെൻറ്റ്സ് ABCD ആൻഡ് E ഓഫ് ദീസ് ABC ആർ ദ പ്രൊഡക്ഷൻ ആൻഡ് D ആൻഡ് E ആർ ദ സർവീസ്. 5 ഡിപ്പാർട്ട്മെൻറ്റിൽ ഫസ്റ്റ് 3 പ്രൊഡക്ഷനും ലാസ്റ്റ് 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സുമാണ്. ഓവർഹെഡ് എക്സ്പെൻസസ് ആണ് തന്നിട്ടുള്ളത്. റെൻറ്റ്, ഡിപ്രീസിയേഷൻ of building, other asset, insurance of building, insurance of plant, rates and tax, lighting, power, stores, overhead, subsidy to canteen. ഇത്രയും ഓവർഹെഡ് എക്സ്പെൻസസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കൊടുക്കേണ്ട ബേസ് താഴെയും തന്നിട്ടുണ്ട്. സ്ക്വയർ ഫീറ്റ് ഏരിയ, ബിൽഡിങ്ങിൻ്റെ ഏരിയ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എത്രയാണ് ഒക്യുപ്പൈ ചെയ്യണമെന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് എംപ്ലോയീസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എത്ര തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് അതർ ദാൻ ബിൽഡിംഗ് അല്ലാത്ത അസറ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. HP ഓഫ് മെഷീൻ തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഈ തന്നിട്ടുള്ള ഓവർ ഹെഡ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ബേസിസ് ആണ് താഴെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റെൻ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്തിൻ്റെ ബേസിലായിരിക്കും? ബിൽഡിംഗ് ഒക്യുപ്പൈ ചെയ്യുന്നത് അതിൻ്റെ ഏരിയ എത്രയാണോ അതിൻ്റെ ബേസിലായിരിക്കും. ഡിപ്രീസിയേഷൻ ഓഫ് അതർ അസറ്റ്, അപ്പോൾ നമുക്കിവിടെ അസറ്റ് തന്നിട്ടുണ്ടോ നോക്കുക. വാല്യൂ ഓഫ് അസറ്റ് അതർ ദാൻ ബിൽഡിംഗ് അല്ലാത്ത അസറ്റിൻ്റെ വാല്യൂ ഇതാ തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് അസറ്റ് അതർ ദാൻ ബിൽഡിംഗ്. അപ്പോൾ അതാണ് അതർ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ആ ഒരു ബേസിസിലാണ് കൊടുക്കേണ്ടത്. ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് നമുക്കറിയാം ബിൽഡിങ്ങിൻ്റേതാണ് ഏരിയ ഒക്യുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് ആയി. അതേപോലെ ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ്
ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ പ്ലാന്റിൻ്റെ വാല്യൂ എത്രയാണോ തന്നിട്ടുള്ളത് അതിൻ്റെ ബേസിലായിരിക്കും അത് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇനി അതായത് പ്ലാന്റിന് വാല്യൂ നമുക്ക് തന്നിട്ടില്ല, പക്ഷേ ബിൽഡിംഗ് അല്ലാത്ത അതർ അസറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റിൻ്റെ ഇൻഷുറൻസ് എടുക്കേണ്ടത് എന്തിൻ്റെ ബേസിലാണ്? വാല്യൂ ഓഫ് അസറ്റ് അതർ ദാൻ ബിൽഡിംഗ് അല്ലാത്ത അസറ്റിൻ്റെ വാല്യൂ ഇതാ തന്നിട്ടുണ്ട്. ഈ ഒരു ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്ലാന്റിൻ്റെ എടുക്കേണ്ടത്. പ്ലാന്റിൻ്റെ സെപ്പറേറ്റ് തന്നിട്ടില്ല, ബിൽഡിംഗ് അല്ലാത്ത അസറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിലെടുക്കുക. റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സ് ഇതൊക്കെ ബിൽഡിങ്ങിൻ്റെ ബേസിലെടുക്കുക. അതായത് ഏരിയ. ലൈറ്റ് പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ലൈറ്റിങ്ങിന് ലൈറ്റ് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് പോയിൻറ്റ്സിൻ്റെ ബേസിലാണ് എടുക്കേണ്ടത്. പവർ HP ഓഫ് മെഷീൻ തന്നിട്ടുണ്ട്. ഓക്കെ. സ്റ്റോർസ് ഓവർ ഹെഡ് മെറ്റീരിയലിൻ്റെ ബേസിലാണ്. അപ്പോൾ വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് തന്നിട്ടുണ്ട്. സബ്സിഡി ടു ക്യാൻറ്റീൻ എന്ന് പറയുന്നത് എംപ്ലോയീസിൻ്റെ ബേസിലാണ്. അപ്പോൾ നമ്പർ ഓഫ് എംപ്ലോയീസ് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓരോന്നും ഏതിൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, പോർഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്ന് ആദ്യം നമ്മൾ സെലക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ബിൽഡിങ്ങിൻ്റെ അണ്ടറിൽ നോക്കിയേ? റെൻറ്റ് ബിൽഡിങ്ങിൻ്റെ അണ്ടറിലാണ് അല്ലേ? അപ്പോൾ റെൻറ്റ് ബിൽഡിങ്ങിൻ്റെ അണ്ടറിലാണ്. ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിങ്ങിൻ്റെ ബേസിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് അതിൻ്റെ ബേസിലാണ്. അതേപോലെ റേറ്റ്സ്, ടാക്സ് ബിൽഡിങ്ങിൻ്റെ ബേസിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെ ബേസിൽ, അപ്പോൾ അതൊന്നിച്ച് നമുക്ക് ചെയ്യാം. ആദ്യം പോർഷൻ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഡിപ്രീസിയേഷൻ ഓഫ് അതർ അസറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് നമുക്ക് രണ്ട് ഒരേ ബേസിലാണ് കൊടുക്കേണ്ടത്. അതർ അസറ്റ് എന്ന് പറയുന്നത് ബിൽഡിംഗ് അല്ലാത്തതല്ലേ തന്നിട്ടുള്ളത്. അതേപോലെ ലൈറ്റ് പോയിൻറ്റ്സ് ആണ്, അത് ഹോഴ്സ് പവർ ആണ്, ഇത് മെറ്റീരിയലാണ്, ഇത് നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ്. അപ്പോൾ ബേസ് ആദ്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്തിന് പെൻസിൽ കൊണ്ട് ക്വസ്റ്റ്യനിൽ എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ നിങ്ങളുടെ നോട്ട്ബുക്കിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ ഓവർ ഹെഡും എന്തിൻ്റെ ബേസിലാണ് അപ്പോർഷൻ ചെയ്യേണ്ടതെന്ന് അവിടെ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് പോവാം. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെയാണ് സോൾവ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഹെഡിങ് കൊടുക്കേണ്ടത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഓരോ ഐറ്റംസ് എഴുതാനൊരു കോളം വേണം, ബേസ് എഴുതാനൊരു കോളം വേണം, ടോട്ടൽ എമൗണ്ട് എഴുതാനൊരു കോളം, ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ABCDE. ഐറ്റംസിൽ നമുക്ക് ആദ്യം നമ്മൾ ബിൽഡിംഗ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. റെൻറ്റ്, ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിംഗ്, റേറ്റ്സ് ആൻഡ് ടാക്സ്, ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ്, ഇതാദ്യം നമുക്ക് എടുക്കാം. ഇത് നാലും ബിൽഡിങ്ങിൻ്റെ ബേസിലായതുകൊണ്ട് ഏരിയ ഓക്യുപ്പൈ ചെയ്തതിൻ്റെ ബേസിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഏരിയ തന്നിട്ടുള്ളത് നോക്കുക. 3000, 4000, 4000, 2000, 2000 ഇതാണ് ഏരിയ തന്നിട്ടുള്ളത്. ഇതിന് നമ്മൾ 3 zeros കട്ട് ചെയ്ത് ഷോർട്ട് ആക്കുക. അപ്പോൾ 3:4:4:4:2:2 ആണ് വരിക അല്ലേ? അപ്പോൾ 3:4:4:4:2:2 ഈ ഒരു ബേസാണ് ബിൽഡിങ്ങിൻ്റെ ഏരിയ. അപ്പോൾ ഈ 4 എക്സ്പെൻസും ഈ 4 ഓവർ ഹെഡ് എക്സ്പെൻസും നമുക്ക് ഈ ഏരിയ ബേസിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. റെൻ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് 10,800 ആണ്. ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത് 54,000 ആണ്. റേറ്റ്സ് ടാക്സ് 3,000 ആണ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് 9,600 ആണ്. ഇത് നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണമെന്ന് നോക്കാം. 10,800 ആദ്യം നമുക്ക് നോക്കാം. 10,800 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ, അതായത് 3 എന്ന് പറയുന്നത് ഇവിടെ 3 + 4 + 4 + 2 + 2 ഈ ഒരു ബേസിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പോൾ 4ഉം 4ഉം 8 + 2 10 അല്ലേ? ഇപ്പോൾ 15 ആണ് ടോട്ടൽ വരിക. അപ്പോൾ ഇങ്ങനെയാണ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകേണ്ടത്. ഓക്കെ, ഇനി അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എയിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? 10,800 ഇൻറ്റു 3/15. ക്ലിയർ? അതേപോലെ നെക്സ്റ്റ് ബിയിലേക്ക് 4/15, 10,800 ഇൻറ്റു 4/15. അടുത്തതിലേക്കും 4/15. നെക്സ്റ്റ് 2/15, 2/15. ഈ ഒരു പ്രപ്പോർഷനിൽ ഈ ബിൽഡിങ്ങിൻ്റെ ബേസിലുള്ളതെല്ലാം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഡിപ്രീസിയേഷൻ ആണെങ്കിലോ 54,000 ഇൻറ്റു 3/15, 54,000 ഇൻറ്റു 4/15 ആ ഒരു പ്രപ്പോർഷനിൽ കൊടുക്കുക. റേറ്റ്സ് ആകുമ്പോൾ 3,000 ഇൻറ്റു 3/15, 4/15 അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കൊടുക്കുക. ഇൻഷുറൻസ് ഓഫ് ബിൽഡിങ്ങും അതുപോലെ ചെയ്യാം. ഓക്കെ,
ഇനി നമുക്ക് ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് ആണ്. വാല്യൂ ഓഫ് അതർ അസറ്റ്, ബിൽഡിംഗ് അല്ലാത്ത മറ്റ് അസറ്റിൻ്റെ വാല്യൂവിൻ്റെ ബേസിലാണ്. അതിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് അതർ അസറ്റ് 1,50,000, 1,19,000, 80,000, 1,80,000 ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ ഷോർട്ട് ആക്കുമ്പോൾ 15, 19, 18, 10, 8 അങ്ങനെ കിട്ടും. കണ്ടോ, 15, 19, 18, 10, 8 അങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ കിട്ടണമെങ്കിൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് നോട്ട് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഡിപ്രീസിയേഷൻ ഓഫ് അതർ അസറ്റിൻ്റെ കേസിലാണെങ്കിൽ ഇതേ ബേസ് തന്നെയാണ് എടുക്കേണ്ടത്. വാല്യൂ ഓഫ് അതർ അസറ്റാണ് എടുക്കേണ്ടത്. ഓക്കെ, ലൈറ്റ് പോയിൻറ്റ്സിൻ്റെ ബേസിലാണ് ലൈറ്റിംഗ് ഡിവൈഡ് ചെയ്യേണ്ടത്. ലൈറ്റ് പോയിൻറ്റ്സിൻ്റെ നമ്പർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15, 10, 7, 5, 3. ഇപ്പോൾ ലൈറ്റ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 15, 10, 7, 5, 3 എന്ന് പറയുമ്പോൾ ടോട്ടൽ 40 വരും. അപ്പോൾ 12,800 ഇൻറ്റു 15/40 ഇൻറ്റു 10/40 ഇൻറ്റു 7/40 ഇൻറ്റു 5/40 ഇൻറ്റു 3/40 അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമുക്ക് എന്ത് ചെയ്യാം, അപ്പോർഷൻ ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റോഴ്സ് ഓവർ ഹെഡ് 16,500 ആണ് ടോട്ടൽ വരുന്നത്. അതേപോലെ അതിൻ്റെ മുന്നേ പവർ ഉണ്ട്. പവർ എന്ന് പറയുന്നത് HP ഓഫ് മെഷീൻ്റെ ബേസിലാണ്. 4:3:2:2 അല്ലേ, 11 ആണ് ടോട്ടൽ വരിക. അപ്പോൾ 4/11, 3/11, 2/11, 2/11 അങ്ങനെ വരും. ഓക്കെ, 16,500 അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റോഴ്സ് ഓവർ ഹെഡ് 5,400 വാല്യൂ ഓഫ് മെറ്റീരിയലിൻ്റെ ബേസിലാണ്. 9:8:6:4 ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിവൈഡ് ചെയ്യാം. സബ്സിഡി ടു ക്യാൻറ്റീൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിലാണ്. 8, 11, 6, 3, 2 ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻറ്റീൻ എക്സ്പെൻസും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ടോട്ടൽ കാണണം. ടോട്ടൽ ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ഓരോന്നും ചെയ്യാനായിട്ട്. ഈ 15,600നെ പ്രപ്പോർഷനേറ്റ്ലി എക്കും ബിക്കും സിക്കും ഡിക്കും ഇക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വർക്കിംഗ് നോട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.